ശ്രീമതി കെ രമ. സർ, മത്സ്യത്തൊഴിലാളികൾക്ക് പഞ്ഞമാസങ്ങളിൽ നൽകുന്ന സമ്പാദ്യ ആശ്വാസ പദ്ധതി വിതരണം ചെയ്യാത്തത് മുടങ്ങിയതുമായി ബന്ധപ്പെട്ട വിഷയമാണ് സർ. മത്സ്യത്തൊഴിലാളികൾക്ക് പഞ്ഞമാസങ്ങളിൽ ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയ സമ്പാദ്യ ആശ്വാസ പദ്ധതി 3 ഗഡുക്കളായിട്ടാണ് സർ മത്സ്യത്തൊഴിലാളികൾ ലഭിക്കുക. തീരദേശ മത്സ്യത്തൊഴിലാളികൾക്ക് മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലാണ്. ഇപ്പോൾ 1 ഗഡു മാത്രമേ വിതരണം ചെയ്തിട്ടുള്ളൂ. 2 ഗഡു കിട്ടാൻ ബാക്കിയാണ്. മത്സ്യത്തൊഴിലാളികളിൽ നിന്നും അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ വിഹിതവും കൂടി ചേർന്നാണ് ഇത് കൊടുക്കുന്നത്. 4500 രൂപയാണ്. ഈ ഓണമാസത്തിൽ എല്ലാ ആളുകൾക്കും സഹായ വിതരണം ചെയ്തപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ഈ ഗഡു കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായി. വലിയ ദുരിതത്തിലാണ് സർ മത്സ്യത്തൊഴിലാളികൾ. കാലാവസ്ഥാ വ്യതിയാനവും അതുപോലെ തന്നെ കടൽക്ഷോഭങ്ങളും മറ്റും മൂലം പല തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ മത്സ്യത്തൊഴിലാളികൾക്ക് അവർക്ക് കിട്ടുന്ന ഏക ആശ്വാസ പദ്ധതിയാണ് സർ ഇത്. പക്ഷേ ഇത് മുടങ്ങിയിരിക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അടിയന്തരമായി ഈ സമ്പാദ്യ ആശ്വാസ പദ്ധതി വിതരണം ചെയ്യുന്നതിനാവശ്യമായ നടപടി സർക്കാർ സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ സബ്മിഷനോട് അഭ്യർത്ഥിക്കാനുള്ളത്. ബഹുമാനപ്പെട്ട മത്സ്യബന്ധന സാംസ്കാരികം യുവജനക്ഷേമ വകുപ്പ്. മത്സ്യത്തൊഴിലാളികൾക്ക് പഞ്ഞമാസങ്ങളിൽ അവരുടെ ജീവിത സന്ധാരണത്തിനായി മത്സ്യത്തൊഴിലാളികൾ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുന്ന ഉദ്ദേശത്തോടുകൂടിയും നടപ്പാക്കുന്ന പദ്ധതിയാണ് മത്സ്യത്തൊഴിലാളി സമ്പാദ്യ സമാശ്വാസ പദ്ധതി. പരമാവധി 1500 രൂപ വീതം പദ്ധതിയിൽ അംഗമാകുന്നവരിൽ നിന്ന് ശേഖരിക്കുകയും സമുദ്രമേഖലയിലെ പഞ്ഞമാസങ്ങളായ മെയ്, ജൂലൈ മാസങ്ങളിലും ഉൾനാടൻ മേഖലയിലെ പഞ്ഞമാസങ്ങളായ ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തുല്യവിഹിതമായ 1500 രൂപ വീതം ചേർത്ത് ആകെ 4500 രൂപ ഗുണഭോക്താക്കൾക്ക് അനുവദിക്കുന്ന രീതിയിലാണ് പദ്ധതി നടപ്പാക്കി വരുന്നത്. 2020-21 സാമ്പത്തിക വർഷം മുതൽ സർ ഈ പദ്ധതി PMMSYയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ഗവൺമെൻറ് ലൈവ്ലിഹുഡ് ആൻഡ് ന്യൂട്രീഷണൽ സപ്പോർട്ട് ഫോർ സോഷ്യോ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആക്റ്റീവ് ട്രഡീഷണൽ ഫിഷേഴ്സ് ഫോർ കൺസർവേഷൻ ഓഫ് ഫിഷറീസ് റിസോഴ്സ് ഡ്യൂറിംഗ് ബാഡ് ലീൻ മന്ത്സ് എന്നായി പുനർനാമകരണം നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ ഉത്തരവായിട്ടുണ്ട്. 2015-16 വർഷം വരെ UDF ഗവൺമെൻറ് കാലത്ത് 2700 രൂപയായിരുന്നു ഈ പദ്ധതിയിൽ നൽകിയിരുന്നത്. 16-17 ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 4500 രൂപയായിട്ട് ഇത് വർദ്ധിപ്പിച്ചു. പദ്ധതി പ്രകാരമുള്ള ഗുണഭോക്തൃ വിഹിതം 2025 മെയ് മാസം തന്നെ വിതരണം ചെയ്തിരുന്നു. PMMSY പ്രകാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതികളായപ്പോൾ സ്പർശ് സോഫ്റ്റ്വെയർ മുഖേനയാണ് നടപ്പാക്കുന്നത്. സ്റ്റേറ്റ് ലെവൽ അപ്രൂവൽ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി കൂടി പദ്ധതിക്ക് സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകാരം നൽകുകയും കേന്ദ്ര സർക്കാരിൻ്റെ ഭരണാനുമതിക്കായി 21/6/2025 കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിരുന്നു. അനുമതി ലഭിക്കാത്തതിനാൽ തീരദേശത്തെ ബുദ്ധിമുട്ടുകൾ വിശദീകരിച്ച് കേന്ദ്ര സർക്കാരിന് 6/8/2025 കത്ത് നൽകി. കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി ലഭിക്കാൻ വൈകിയതിനെ തുടർന്ന് സംസ്ഥാന മത്സ്യബന്ധന വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഞാൻ കഴിഞ്ഞ 2-ാം തീയതി കത്ത് എഴുതുകയും കേന്ദ്ര ഫിഷറീസ് മന്ത്രിയെയും സഹമന്ത്രിയെയും നേരിട്ട് കണ്ട് ഈ പ്രശ്നം ഉന്നയിക്കുകയും ചെയ്തു. 18/9/2025 കേന്ദ്ര സർക്കാരിൽ നിന്നും പദ്ധതിക്ക് ഇപ്പോൾ അനുമതി നൽകി. നമ്മൾ നേരിട്ട് പോയതുകൊണ്ടാണ്. കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭിക്കാതെയും സംസ്ഥാന വിഹിതം മാത്രമായി നമുക്ക് നൽകാൻ കഴിയില്ല. സ്പർശ് സോഫ്റ്റ്വെയർ വഴി വിതരണം ചെയ്യാൻ നമുക്ക് കഴിയത്തുള്ളൂ. സ്പർശ് സോഫ്റ്റ്വെയർ മുഖേന അല്ലാതെ ആനുകൂല്യം വിതരണം ചെയ്യാൻ ഭാവിയിൽ ഈ പദ്ധതിക്ക് കേന്ദ്ര വിഹിതം ലഭ്യമാകാത്ത സാഹചര്യത്തിൽ ഒരിക്കലും പറ്റുകയുമില്ല. 18/9/2025 കേന്ദ്രം ഇപ്പോൾ ഇടപെടലിൻ്റെ ഭാഗമായി അനുമതി നൽകി. സംസ്ഥാന ഗവൺമെൻറ് വിഹിതവും കേന്ദ്ര വിഹിതവും ഒന്നിച്ച് നൽകാനുള്ള നടപടികൾ ദ്രുതഗതിയിൽ നടന്നു വരികയാണ്. സംസ്ഥാന ഗവൺമെൻറ് വിഹിതം നൽകുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. തുക അടുത്ത ദിവസങ്ങളിൽ വിതരണം ചെയ്യും. കേന്ദ്ര സർക്കാരിൽ നിന്നും ഭരണാനുമതി ലഭിക്കാൻ വൈകിയതിനാലാണ് ആനുകൂല്യം വിതരണം ചെയ്തത്. സമ്പാദ്യ സമാശ്വാസ പദ്ധതി പ്രകാരം നൽകി വരുന്ന തുക ഇപ്പോൾ വർദ്ധിപ്പിക്കുന്ന കാര്യം കൂടി സംസ്ഥാന ഗവൺമെൻറ് പരിഗണനയിലുണ്ട് എന്ന കാര്യം പറയുന്നു. ഞങ്ങളുടെ ഒരു കുറ്റമില്ല. ഞങ്ങൾ കാശ് കൈവച്ചുകൊണ്ടിരിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങോട്ട് തന്നാൽ ആ സെക്കൻഡിൽ ഈ പറയുന്ന 3000 രൂപ കൊടുത്ത് നമ്മൾ പ്രശ്നം തീർക്കും.